ഗോവയിൽ മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന വിചിത്രമായ ആവശ്യവുമായി ബി.ജെ.പി. എം.എൽ.എ. പ്രമേന്ദ്ര ഷെട്ട് നിയമസഭാ സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചത്. വികസിത് ഭാരത്, വികസിത് ഗോവ എന്നിവയ്ക്ക് വേണ്ടി ഗോവയിൽ മദ്യം നിരോധിക്കണമെന്നായിരുന്നു എം.എൽ.എയുടെ ആവശ്യം. സംസ്ഥാനത്ത് മദ്യം ഉൽപ്പാദിപ്പിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാം, എന്നാൽ ഗോവയിൽ അതിന്റെ ഉപയോഗം നിരോധിക്കണം എന്നാണ് പ്രമേന്ദ്ര ആവശ്യപ്പെട്ടത്. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന മദ്യത്തിന്റെ ഉപയോഗം മൂലം റോഡുകളിലും മറ്റും ആളുകൾ മരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന്റെ ആവശ്യത്തെ ഒരു ബി.ജെ.പി. എം.എൽ.എ. പോലും പിന്തുണച്ചില്ലെന്നത് രസകരമായ വസ്തുതയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശ ആഭ്യന്തര ടൂറിസ്റ്റുകൾ എത്തുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഗോവ. പ്രധാനമായും ഗോവയിലെ ബീച്ചുകളാണ് ആകർഷണമെങ്കിലും മദ്യവും അതുപോലെ പ്രശസ്തമാണ്. ഫിനി എന്ന ഗോവൻ മദ്യം കഴിക്കാൻ വേണ്ടി മാത്രം ടൂറിസ്റ്റുകൾ എത്താറുമുണ്ട്. അത്തരം പ്രത്യേകതകളുള്ള ഒരു സംസ്ഥാനത്ത് മദ്യം നിരോധിച്ചാൽ ഉണ്ടാകുന്ന ടൂറിസം മേഖലയിൽ ഉൾപ്പെടെയുള്ള തിരിച്ചടികളെക്കുറിച്ച് ഒന്നും പഠിക്കാതെയാണ് എം.എൽ.എയുടെ ആവശ്യമെന്നതാണ് ശ്രദ്ധേയം. ഗോവയുടെ പ്രധാന വരുമാനം തന്നെ വിനോദസഞ്ചാരം, മദ്യം എന്നീ മേഖലകളിൽ നിന്നാണ്. ഇവിടെ റോഡുകളിൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പക്ഷേ ഗോവക്കാർ ഉൾപ്പെടുന്നില്ല. മദ്യവിൽപ്പനയെ ആശ്രയിച്ച് നിരവധി റെസ്റ്റോറന്റുകളും മറ്റ് ബിസിനസ്സുകളുമുണ്ട്. മദ്യനിരോധനം തൊഴിലിനെ ബാധിക്കുമെന്ന് കച്ചവടക്കാർ പറയുന്നു. ഗോവയ്ക്ക് മദ്യം നിരോധിക്കാൻ കഴിയില്ലെന്നും എന്നാൽ സംസ്ഥാനത്ത് അതിന്റെ ഉപഭോഗം കുറയ്ക്കാൻ ശ്രമിക്കണമെന്നും സ്വതന്ത്ര എം.എൽ.എ. ഡോക്ടർ ചന്ദ്രകാന്ത് ഷെട്ടി പറഞ്ഞു. നിലവിലെ മുഖ്യമന്ത്രി ഡോക്ടർ പ്രമോദ് സാവന്തിന്റെ കാലത്ത് വൈൻ ഷോപ്പുകളുടെ എണ്ണം 1500-ൽ നിന്ന് 2000-ആയി ഉയർത്തിയതായി ഗോവ ഫോർവേഡ് പാർട്ടി നിയമസഭാംഗം വിജയ് സർദേശായി അവകാശപ്പെട്ടു. ഇത് വരുമാനത്തിൽ വർധനവാണ്. എല്ലായിടത്തും വൈൻ ഷോപ്പുകൾ അനുവദനീയമാണ്. നിങ്ങൾ വൈൻ ഷോപ്പുകളുടെ എണ്ണം ഉയർത്തിയതിനാൽ എക്സൈസ് വരുമാനം വർദ്ധിപ്പിച്ചു, അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന എക്സൈസ് വകുപ്പുകൾക്കുള്ള ഗ്രാന്റിനായുള്ള ആവശ്യങ്ങളെ ചൊല്ലി സഭയിൽ സംസാരിക്കവെയാണ് എം.എൽ.എ. ഷെട്ട് ഗോവയിലെ മദ്യനിരോധനത്തിനായി വാദിച്ചത്. എക്സൈസ് വകുപ്പിന്റെ ഗ്രാന്റുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഉയർന്നുവന്ന വിവിധ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ മുഖ്യമന്ത്രി സാവന്ത് ഗോവയിലെ മദ്യനിരോധനം വേണമെന്ന ആവശ്യത്തെക്കുറിച്ച് ഒരു പ്രസ്താവനയും നടത്തിയില്ല. പിന്നീട് നിയമസഭാ സമുച്ചയത്തിൽ പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ജീവൻ രക്ഷിക്കാൻ മദ്യനിരോധനം അനിവാര്യമാണെന്ന് ഷെട്ട് പറഞ്ഞു. നിരോധനം ഏർപ്പെടുത്തിയാൽ നിലവിൽ മദ്യവ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്തു ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവർ മറ്റ് ബിസിനസ്സുകളിലേക്ക് മാറട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. മദ്യനിരോധനം വന്നാൽ വിനോദസഞ്ചാരത്തെ ബാധിക്കില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഗോവ സർക്കാർ അടുത്തിടെ പങ്കിട്ട ഡേറ്റ അനുസരിച്ച് കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്ത് സർക്കാർ നടത്തുന്ന ഡി അഡിക്ഷൻ സൗകര്യങ്ങൾ ശരാശരി 3 മുതൽ 4 വരെ വിട്ടുമാറാത്ത മദ്യപാന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. വിട്ടുമാറാത്ത മദ്യപാനം എന്നത് ഒരു രോഗാവസ്ഥ തന്നെയാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആശ്രിതത്വത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കാൻ ഗോവ സർക്കാർ സംസ്ഥാനത്തെ 2 ജില്ലകളിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഗോവയിൽ മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന ആവശ്യവുമായി ബി.ജെ.പി. എം.എൽ.എ. പ്രമേന്ദ്ര ഷെട്ട് മുമ്പും വന്നിരുന്നു. നിയമസഭാ സമ്മേളനത്തിലാണ് വികസിത് ഭാരത്, വികസിത് ഗോവ എന്ന ആശയത്തിന്റെ ഭാഗമായി മദ്യം നിരോധിക്കണമെന്ന ആവശ്യം അദ്ദേഹം ഉന്നയിച്ചത്. പ്രാദേശികമായി വാറ്റിയടിക്കുന്ന ഫെനിയെ സംസ്ഥാനത്തിന്റെ ദേശീയ മദ്യം എന്ന് പലപ്പോഴും തമാശയായി വിശേഷിപ്പിക്കാറുണ്ട്. ഗോവയുടെ സംസ്കാരത്തിൽ അത്രമേൽ വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് ഫെനി. ഗോവയിലെ സമുദ്രതീരങ്ങളുടെ ഭംഗി ആസ്വദിച്ച് ഫെനിയുടെ ലഹരിയിൽ മതിമറന്ന് ഉല്ലസിക്കുവാൻ സ്വദേശികൾ മാത്രമല്ല വിദേശികളും ധാരാളം എത്താറുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.